ഞാവൽപ്പഴം നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് എനിക്ക് തോന്നുന്നു ഒരുപാട് ഞാവൽ മരങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു. നമ്മുടെ സാഹിത്യത്തിലൊക്കെ ഞാവൽപ്പഴത്തിന് വലിയ അതെ, സ്കോപ്പ് ഞാവൽ പഴം കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ വായൊക്കെ നാവ് ഇങ്ങനെ വയലറ്റ് കളറാവും. സ്കൂളിലൊക്കെ പോകുമ്പോൾ അങ്ങനെ എന്നിട്ട് എന്റെ എത്ര കളറായി എന്നൊക്കെ. ഡേയ്സ്. ആ ഇപ്പൊ അത് പറയാൻ കാരണം വയനാട്ടില് ഞാവൽപ്പഴത്തിന്റെ ഒരു സീസണാണ്. അപ്പോൾ കാട്ടുനായ്ക്കർ വിഭാഗം അത് ചുമന്ന് കാരണം എന്താ അറിയോ, 100 രൂപയിൽ കൂടുതൽ പലപ്പോഴും 100-150 രൂപയൊക്കെ കിലോയ്ക്ക് ഇപ്പോൾ ഞാവൽപ്പഴത്തിന്റെ വില. അപ്പോൾ അവരത് ഈ സീസണിൽ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട്, വിൽപ്പനയ്ക്ക് എത്തിക്കുന്നു. കാണാനും മനോഹരമാണ്, അവർക്കൊരു വരുമാന മാർഗം. സ്റ്റോറിയാണോ? അതെ, നമുക്ക് കാണാം. ഓക്കെ. എണ്ണക്കറുപ്പിന്റെ നിറമുള്ള ഞാവൽപ്പഴങ്ങൾ ശേഖരിക്കുന്ന തിരക്കിലാണ് വയനാട്ടിലെ ഗോത്രവിഭാഗങ്ങൾ. വയനാടൻ കാടുകളിൽ 2 തരം ഞാവലുകളുണ്ട്. വലുപ്പത്തിൽ കുറവെങ്കിലും മധുരം കിനിയുന്ന കാർഞ്ഞാവലാണ് ഒന്ന്. മറ്റൊന്ന് വലുപ്പമുള്ളതും മാംസളമായതുമായ നീർഞ്ഞാവലാണ്. കാട്ടുനായ്ക്കർ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ വനവിഭവങ്ങൾ ശേഖരിക്കുന്ന കൂട്ടത്തിൽ കാട്ടുഞാവലും ശേഖരിച്ച് കൂടകളിൽ നിറയ്ക്കുന്നു. കവർ ഒന്നിന് 50 രൂപയ്ക്കാണ് വിൽപ്പന. തൊഴിൽ ലഭ്യത കുറവുള്ള ഈ മാസങ്ങളിൽ ഇവർക്ക് ഒരു വരുമാന മാർഗമാണ് ഞാവൽപ്പഴ വിൽപ്പന. അതായത് രാവിലെ പോവും, ഒരു 8-9 മണിയാകുമ്പോൾ പറിച്ചു കൊണ്ടുവരും, ഒരു 10 മണിയാകുമ്പോൾ വിൽക്കും. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഫാമിലിയൊക്കെ ആയിട്ടാണ് പോവുക. ചെറിയ കൊച്ചൊക്കെ ആയിട്ട് ഇങ്ങനെ പോവും. പണി കുറവുള്ള സമയങ്ങളാണ്. പിന്നെ ഒരുപാട് ഐറ്റിലൊക്കെ കയറണം. അതിന് കൊടുത്ത ഒരു 50 റുപ്യ ചോദിച്ചാൽ ചില ആൾക്കാർ 50 റുപ്യ തരാൻ മടിക്കും. 40 തരുമോ 30 തരുമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ കൊണ്ടുവരിക. ഇത്തവണ സമൃദ്ധമായി കായ്ച്ചിട്ടുണ്ട് വയനാടൻ കാടുകളിലെ ഞാവൽ മരങ്ങൾ. മഴ കനക്കുന്നതോടെ ഇവയുടെ ലഭ്യത കുറയും. 24 വയനാട്. ഓക്കെ, എന്തായാലും കാണാനൊരു സൗന്ദര്യമുണ്ട്. പ്രത്യേകിച്ച് വയനാട്ടിന്റെ സൗന്ദര്യം കൂടിയാവുമ്പോൾ ഞാവൽപ്പഴത്തിന്റെ സൗന്ദര്യം ഏറും എന്ന് വേണമെങ്കിൽ പറയാം.